ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കാ എഴുതിയ 17-ാമത്തെ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ അധികമായും യേശുമായുള്ള സംഭാഷണങ്ങളാണ് കാണിക്കുന്നത്. അതിനാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതേപോലെയുള്ളവ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ആണുള്ളത്? 35. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ആണ് ഉള്ളത്? 3. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായത്തിൽ ഒന്നാമത്തെ ശീർഷകം എന്ത്? ശിഷ്യർക്ക് ഉപദേശങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ൽ യേശു ആരോടാണ് സംസാരിക്കുന്നത്? ശിഷ്യരോട്. എന്തു ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ലൂക്കാ 17:1. ദുഷ്പ്രേരണകൾ. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആരും മൂലം അവുണ്ടാകുന്നുവോ അവൻ. ലൂക്കാ 17:1. ദുരിതം. ഈ ആരിൽ ഒരവന് ദുഷ്പ്രേരണ നൽകുന്നതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ലൂക്കാ 17:2. ചെറിയവരിൽ ഒരുവൻ. ഈ ചെറിയവരിൽ ഒരവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ എന്ത് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ലൂക്കാ 17:2. തിരികല്ല്. നിങ്ങൾ എങ്ങനെയുള്ളവർ ആയിരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:3. ശ്രദ്ധയുള്ളവർ ആയിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യുക എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:3. ശാസിക്കുക. നിന്റെ സഹോദരൻ എന്തു ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:3. പശ്ചാത്തപിച്ചാൽ. സഹോദരൻ ദിവസത്തിൽ എത്ര പ്രാവശ്യം പാപം ചെയ്യുന്നതിനെക്കുറിച്ചാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:4. 7 പ്രാവശ്യം. ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് ആര് നിന്നോട് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:4. സഹോദരൻ. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും എത്ര പ്രാവശ്യം തിരിച്ചുവന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ ആണ് നീ അവനോട് ക്ഷമിക്കേണ്ടത്. ലൂക്കാ 17:4. 7 പ്രാവശ്യം. വിശുദ്ധ ലൂക്കാ 17:5-ൽ ആരോടാണ് സംസാരിക്കുന്നത്? ലൂക്കാ 17:5. അപ്പോസ്തോലന്മാർ കർത്താവിനോട്. ഞങ്ങളുടെ എന്ത് വർദ്ധിപ്പിക്കണമേ എന്നാണ് അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞത്. ലൂക്കാ 17:5. വിശ്വാസം. എത്രമാത്രം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്നാണ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത്. ലൂക്കാ 17:6. കടുകുമണിയോളം. ഏത് വൃക്ഷത്തോട് ചുവടെ ഇലകിക്കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറയുവാനാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:6. സിക്കമിൻ. ഈ സിക്കമിൻ വൃക്ഷത്തോട് ഇലകിക്കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ. ലൂക്കാ 17:6. അനുസരിക്കും. ആരെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 7-ാം വാക്യത്തിൽ പറയുന്നത്? ലൂക്കാ 17:7. ഒരു ഭൃത്യൻ. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് എവിടെ നിന്ന് തിരിച്ചുവരുന്നതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ലൂക്കാ 17:7. വയലിൽ നിന്ന്. വയലിൽ നിന്ന് തിരിച്ചുവരുന്ന ഭൃത്യനോട് നീ ഉടനെ എന്ത് ചെയ്യുക എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. ലൂക്കാ 17:7. ഭക്ഷണത്തിന് ഇരിക്കുക. എനിക്ക് എന്ത് തയ്യാറാക്കുക എന്ന് നിങ്ങൾ ഭൃത്യനോട് പറയും എന്നാണ് യേശു പറയുന്നത്. ലൂക്കാ 17:8. ഭക്ഷണം. ഞാൻ ഭക്ഷിക്കുകയും മറ്റെന്തും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക എന്ന് നിങ്ങൾ പറയും എന്നാണ് യേശു ശിഷ്യനോട് പറയുന്നത്. ലൂക്കാ 17:8. പാനം ചെയ്യുകയും. അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. ഇത് ആരോട് പറയുന്നതായി യേശു പറഞ്ഞ വാക്കുകളാണ്. ലൂക്കാ 17:8. ശിഷ്യർ തങ്ങളുടെ ഭൃത്യനോട്. നിങ്ങൾ ആരോടും നന്ദി പറയുമോ എന്നാണ് യേശു ശിഷ്യരോട് 9-ാം വാക്യത്തിൽ ചോദിക്കുന്നത്. 17:9. ദാസനോട്. ചെയ്തുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ലൂക്കാ 17:9. കൽപ്പിക്കപ്പെട്ട്. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം എല്ലാം ചെയ്തതിനുശേഷം ഞങ്ങൾ എപ്രകാരമുള്ള ദാസന്മാർ ആണെന്ന് പറയൂ എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്. ലൂക്കാ 17:10. പ്രയോജനം ഇല്ലാത്ത. ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാരാ നിർവഹിച്ചതുള്ളൂ എന്ന് പറയുവിൻ. ലൂക്കാ 17:20. കടം.
വിശുദ്ധ ലൂക്ക 17 അധ്യായത്തിന്റെ 2 ശീർഷകം എന്ത്? ലൂക്ക 17:11. 10 കുഷ്ഠരോഗികൾ. ഏത് സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് യേശു 10 കുഷ്ഠരോഗികളെ കാണുന്നത്? ലൂക്ക 17:11. ജെറുസലേം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഏതൊക്കെ സ്ഥലങ്ങൾക്ക് മധ്യേ ആണ് കടന്നുപോയത്? സമരിയായ്ക്കും ഗലീലിക്കും. യേശു എവിടെ പ്രവേശിച്ചതായാണ് 12 വാക്യത്തിൽ പറയുന്നത്? ലൂക്ക 17:12. ഒരു ഗ്രാമത്തിൽ. ആരെ കണ്ടതായാണ് 12 വാക്യത്തിൽ പറയുന്നത്? ലൂക്ക 17:12. 10 കുഷ്ഠരോഗികൾ യേശുവിനെ സ്വരമുയർത്തിയതായാണ് 11 വാക്യത്തിൽ പറയുന്നത്? ലൂക്ക 17:13. 10 കുഷ്ഠരോഗികൾ. അവർ സ്വരം ഉയർത്തി യേശുവേ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. ലൂക്ക 17:13. ഗുരോ, പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് യേശു 10 കുഷ്ഠരോഗികളോട് പറഞ്ഞത്? ലൂക്ക 17:14. പുരോഹിതന്മാർക്ക്. 10 കുഷ്ഠരോഗികൾ എപ്പോൾ സുഖം പ്രാപിച്ചതായാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? ലൂക്ക 17:14. പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകും വഴി താൻ ആരോഗ്യവിമുക്തനായി എന്ന് കണ്ട അവരിൽ ഒരുവൻ ആദ്യം ചെയ്തത് എന്ത്? ലൂക്ക 17:15. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. താൻ ആരോഗ്യവിമുക്തനായി എന്ന് കണ്ട അവരിൽ ഒരുവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്താണ് ചെയ്തത്? ലൂക്ക 17:15. തിരിച്ചുവന്നു. രോഗവിമുക്തനായ ഒരുവൻ എപ്രകാരമാണ് യേശുവിനോട് നന്ദി പറഞ്ഞത്? ലൂക്ക 17:16. കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച്. രോഗവിമുക്തനായ ആ ഒരുവൻ ഏത് ദേശക്കാരനായിരുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത്? ലൂക്ക 17:16. സമരിയാക്കാരൻ ആയിരുന്നു. എത്ര ചോദ്യങ്ങളാണ് രോഗവിമുക്തനായി തിരിച്ചുവന്ന ആ സമരിയക്കാരനോട് യേശു ചോദിച്ചത്? ലൂക്ക 17:17. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി പേർ എവിടെ? ലൂക്ക 17:17. 9 പേർ. യേശു എപ്രകാരമാണ് രോഗവിമുക്തനായ ആ സമരിയാക്കാരനെ അഭിസംബോധന ചെയ്യുന്നത്? ലൂക്ക 17:17. വിജാതീയൻ. ഈ വിജാതീയൻ അല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ തോന്നിയില്ലേ? ലൂക്ക 17:18. മഹത്വപ്പെടുത്തണമെന്ന്. അവസാനമായി യേശു ആ വിജാതീയനോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ത്? ലൂക്ക 17:19. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ എന്ത് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു രോഗവിമുക്തനായി തിരിച്ചുവന്ന ആ വിജാതീയനോട് പറഞ്ഞത്. ലൂക്ക 17:19. വിശ്വാസം. വിശുദ്ധ ലൂക്ക 17 അധ്യായത്തിന്റെ 1 ശീർഷകം എന്ത്? ലൂക്ക 17:20. മനുഷ്യപുത്രന്റെ ആഗമനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തി 20 വാക്യത്തിൽ ആരാണ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നത്? ഫരിസേയർ. എന്ത് എപ്പോഴാണ് വരുന്നത് എന്നാണ് ഫരിസേയർ യേശുവിനോട് ചോദിച്ചത്? ലൂക്ക 17:20. ദൈവരാജ്യം. പ്രത്യക്ഷമായ എന്തോടുകൂടി അല്ല ദൈവരാജ്യം വരുന്നത് എന്നാണ് യേശു ഫരിസേയരോട് മറുപടി പറഞ്ഞത്? ലൂക്ക 17:20. അടയാളങ്ങളോടുകൂടി അല്ല. ദൈവരാജ്യത്തെക്കുറിച്ച് ആരും പറയുകയില്ലാത്തതായി യേശു പറയുന്ന കാര്യങ്ങൾ എന്ത്? ലൂക്ക 17:21. ഇതാ ഇവിടെ, അതാ അവിടെ. ദൈവരാജ്യം എവിടെയാണെന്നാണ് യേശു പറയുന്നത്? ലൂക്ക 17:21. നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ലൂക്ക 17:22. മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന്. എന്നാൽ നിങ്ങൾ കാണുകയില്ല. ആരോട് പറഞ്ഞ വാക്കുകളാണിത്? ലൂക്ക 17:22. യേശു ശിഷ്യരോട്. അവർ നിങ്ങളോട് പറയും എന്ന് യേശു ശിഷ്യരോട് പറയുന്ന വാക്യങ്ങൾ ഏവ? ലൂക്ക 17:23. അതാ അവിടെ, ഇതാ ഇവിടെ. നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ യേശു ശിഷ്യരോട് പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക. ലൂക്ക 17:23. അനുഗമിക്കുകയും അരുത്. ആകാശത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന ഏത് പ്രതിഭാസത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്? ലൂക്ക 17:24. മിന്നൽ പിണർ. ആകാശത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നതുപോലെ ആയിരിക്കും തന്റെ ദിവസത്തിൽ. ലൂക്ക 17:24. മനുഷ്യപുത്രനും. മനുഷ്യപുത്രൻ മാത്രമേ എന്ത് സഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ലൂക്ക 17:25. വളരെ കഷ്ടതകൾ. മനുഷ്യപുത്രൻ ആരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ലൂക്ക 17:25. ഈ തലമുറയാൽ. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും എന്തുവന്നു സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് യേശു പറയുന്നത്? ലൂക്ക 17:27. ജലപ്രളയം. ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുന്നത് വരെ നോഹയുടെ കാലത്തുണ്ടായിരുന്നവർ എന്തെല്ലാം ചെയ്തതായാണ് യേശു പറയുന്നത്? ലൂക്ക 17:27. തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്തു കൊടുത്തും.
ആരുടെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് യേശു പറയുന്നത്. ലൂക്കാ 17:28. ലോത്തിന്റെ നാളുകളിൽ ആളുകൾ എന്തൊക്കെ ചെയ്തിരുന്നതായാണ് യേശു പറയുന്നത്. ലൂക്കാ 17:28. തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും. ലോത്ത് എവിടെ നിന്ന് ഓടിപ്പോയ ദിവസത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ലൂക്കാ 17:29. ലൂക്കാ സൊദോമിൽ ലോത്ത് ഓടിപ്പോയ ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് എന്ത് ചെയ്ത് അവരെ നശിപ്പിച്ചതാണ് യേശു പറയുന്നത്. ലൂക്കാ 17:29. തീയും ഗന്ധകവും. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ ദിവസത്തിലും. ലൂക്കാ 17:30. വെളിപ്പെടുന്ന ആ ദിവസം എവിടെയായിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് പോകരുത് എന്നാണ് യേശു പറയുന്നത്. ലൂക്കാ 17:31. പുറമുകളിൽ എവിടെയായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്നാണ് യേശു പറയുന്നത്. ലൂക്കാ 17:31. വെയിലിൽ ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് 32-ാം വാക്യത്തിൽ യേശു പറയുന്നത്. ലൂക്കാ 17:32. ലോത്തിന്റെ ഭാര്യയ്ക്ക് തന്റെ ജീവൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ലൂക്കാ 17:33. നിലനിർത്താൻ എന്നാൽ തന്റെ ജീവൻ അത് നിലനിർത്തും. ലൂക്കാ 17:33. നഷ്ടപ്പെടുത്തുന്നവൻ ഏത് സമയത്തെക്കുറിച്ചാണ് യേശു 34-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. ലൂക്കാ 17:34. അന്ന് രാത്രി മനുഷ്യപുത്രന്റെ ആഗമന ദിവസം രാത്രി. അന്ന് രാത്രി എവിടെ രണ്ടുപേർ ഉണ്ടായിരിക്കും എന്നാണ് യേശു പറയുന്നത്. ലൂക്കാ 17:34. ഒരു കട്ടിലിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ. ലൂക്കാ 17:34. അവശേഷിക്കും രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് യേശു പറയുന്നത്. ലൂക്കാ 17:35. ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരവൾ മറ്റവൾ അവശേഷിക്കും. ലൂക്ക 17:35. എടുക്കപ്പെടും. കർത്താവേ, എവിടേക്ക്? ആരോട് ചോദിച്ച ചോദ്യമാണിത്. ലൂക്ക 17:35. ശിഷ്യർ യേശുവിനോട് അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ വന്നു കൂടും. ലൂക്ക 17:35. കഴുകന്മാർ. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.